അപ്പുറത്തെ കൂടെ ഇരിക്കുന്നവരൊക്കെ കൈ പിടിച്ച് മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഉഷാറായിട്ട് എല്ലാവർക്കും എല്ലാ ടേസ്റ്റും പറ്റുന്ന ഇത്ര നാള് ഇറങ്ങിയാൽ പ്രണവിനെ ഇങ്ങനെ യൂസ് ചെയ്ത പടമുണ്ടോ? കിട്ടില്ല. പെർഫോമൻസ് ബേസിക്കാൻ പറയണ്ട. പെർഫോമൻസ് പ്രണവ് അഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ളത് പെർഫോമൻസ് മറ്റേ തുടർന്ന് രഞ്ജേഷന്മാർ വഴിയില്ലേ എന്തേലും ചെയ്യലാണ് പടം ഉഷാറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ അടിപൊളി. അതാ പറയാം. അത് നമ്മളതിൽ എൻഗേജ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് അവരൊരു വിജയം തന്നെയല്ലേ. നമ്മളെ കോഞ്ചറിങ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇതിന് സൗണ്ടിങ്ങും അതിന്റെ ഒരു സാധനം ഉണ്ട്. അത് അപ്പൊ ഇങ്ങനെ കൂടുതൽ പറഞ്ഞാൽ അതിന്റെ ഒരു വ്യൂ വരും. അത് നമ്മളെ കൊണ്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ അത് അവർ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് തന്നെയാണ്. എല്ലാ ദിവസവും ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആ ഭൂതകാലം കണ്ട പോലത്തെ ഉള്ള ഒരു എഫക്റ്റ് ആണ്. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രണവിന്റെ പ്രകടനം? എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫിൽ? അടിപൊളിയാവും. നമ്മള് ആ ഒരു ഫീലില് നമ്മളാ രാവിലെയൊക്കെ കാണിക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഈ കാറ്റിന്റെ രാവിലെ എന്നല്ല, ഈ കാറ്റൊക്കെ അടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ഈ എസിക്കകത്തോട്ട് ഇരുന്ന് ആണോന്ന് അറിയത്തില്ല. ആ തണുത്ത കാറ്റൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള അടിപൊളി. ഈ ഫസ്റ്റ് ഹാഫ് കണ്ട സ്ഥിതിക്ക് പടം അടിപൊളിയാണ്. പേടിക്കാനുണ്ടോ പടത്തില്? തീർച്ചയായിട്ടും പേടിക്കാനുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഇന്റർവെൽ പഞ്ച് നല്ല രീതിയിലൊരു ഒരു പഞ്ച് സ്ഥാനത്തിലാണ് നിർത്തിയേക്കുന്നത്. അടിപൊളിയാണ്. നല്ല ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ നല്ല രീതി നമ്മുടെ ഭൂതകാലമൊക്കെ കണ്ട പോലത്തെ ഉള്ളൊരു എഫക്റ്റാണ്. പ്രണവിന്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പറ്റും. എനിക്ക് ആ സൗണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പൂച്ച നടന്നു പോകുന്ന സൗണ്ട് ആണെങ്കിൽ പോലും ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ ആ കാറ്റടിക്കുന്ന സീനൊക്കെ നമുക്ക് തണുത്ത കാറ്റടിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഫീല് നമുക്കത് കിട്ടുന്നുണ്ട്. മ്യൂസിക് അതിരുന്ന് കണ്ടായതുകൊണ്ട് അതൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിനതിൽ കാറ്റടിക്കുന്നത് കൊള്ളാം. ഇതുവരെ ഓക്കെ അവരുടെ ടോട്ടലി വർക്കൊക്കെ എങ്ങനെയുണ്ട്? വർക്കാണോ? ഇതുവരെ എന്താണ് കഥയെന്ന് കറക്റ്റ് ആയിട്ട് കൺഫ്യൂസിങ് ആണ്. പേടിക്കാനുണ്ടോ? പേടിക്കാൻ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. സ്ഥിരം കാണുന്ന പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ പഴയ ഒരു സിനിമകളുടെ രീതിയൊക്കെ തന്നെ കാണും. ഒരു പ്രേതപ്പടമല്ല അത്ര പക്ഷെ പടം കൊള്ളാം. ഇതൊരു ത്രില്ലിംഗ് ആണ്.